വീഴുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ ഇസ്ലാമികമായ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ വിശദീകരിക്കാമോ? അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഒരു സ്വകാര്യമായ നിലക്ക് ഒരു സംസാരം ആവശ്യമുണ്ട് എന്ന് നമ്മുടെ സുഹൃത്തുക്കൾ എപ്പോഴെങ്കിലും പറയുമ്പോൾ അതിലെപ്പോഴും വരാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. പൊതുവെ ഏതൊരു തിന്മകളാണെങ്കിലും അതിന് തടസ്സം നിൽക്കുന്ന അനേക ഘടകങ്ങളിൽ ഒരു ഘടകം മറ്റുള്ളവർ കാണും എന്നതാണ്. മറ്റുള്ളവർ കാണുന്നു എന്ന് തെറ്റ് ചെയ്യാൻ ഒരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ ക്യാമ്പസിൽ വെച്ചുകൊണ്ട് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയോട് ദീർഘനേരം സംസാരിക്കുന്നത് കണ്ടാൽ എന്നെ തെറ്റിദ്ധരിക്കുമോ എന്ന ഒരു ധാരണ ആ തെറ്റിൽ നിന്ന് പിന്തിരിയുന്നുണ്ട്. ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ പോലും അത് മറ്റുള്ളവർ കാണുന്നു എന്ന ഒരു ഭയം അതിൽ നിന്ന് തൽക്കാലമെങ്കിലും നമ്മളെ പിന്തിരിപ്പിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ സ്വന്തം ഫോണിൽ മറ്റാർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത, കണ്ടുപിടിക്കാൻ പറ്റാത്ത നമ്മുടെ ഫോണിലും അതേപോലെ നാം ഉപയോഗിക്കുന്ന നെറ്റിലും എല്ലാം പലപ്പോഴും ഇത്തരം തെറ്റുകളിലേക്ക് ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരാൾ കാണുമെന്ന ഒരവസ്ഥ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ നിരന്തരം ആവർത്തിക്കപ്പെടുകയും അതൊരു പക്ഷേ നാം തന്നെ വിചാരിച്ചാലും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരം ഒരവസ്ഥ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നെറ്റ്, അതേപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണുകൾ ഇത് ഉപയോഗിക്കാതിരിക്കുക എന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവുന്ന ഒരു സാഹചര്യമില്ല. സ്വാഭാവികമായും അത് എന്നും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും അവിഭാജ്യ ഘടകമായതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ, നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് എല്ലാം നാളെ നാം തിന്മ ചെയ്തു എന്ന് തെളിയിക്കപ്പെടുന്ന സാക്ഷികളായി പരലോകത്ത് വരാതിരിക്കാൻ ഉള്ള സൂക്ഷ്മത തന്നെയാണ് അത് തടയാനുള്ള ഒന്നാമത്തെ വഴി. നമ്മൾ നമ്മുടെ ഫോൺ അതിൽ ഉപയോഗിക്കുന്ന അതിന്റെ ഗാലറിയും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും അതിന്റെ കോണ്ടാക്ട്സും എല്ലാറ്റിലും നമ്മളെ പ്രതിനിധീകരിക്കുന്നുള്ള സത്യമാണ്. ഞാൻ ആരാണോ അത് എന്റെ കോണ്ടാക്ട്സ് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ സാധാരണ കുറ്റാന്വേഷണങ്ങളിലുള്ള ഒരു അനുഭവം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഒരു കുറ്റവാളിയുടെ സൂക്ഷിച്ചുപയോഗിക്കുന്നില്ല എന്നുള്ളൊരു കുറ്റവാളിയുടെ ഫോണിൽ നിന്നും അയാളെ പൂർണ്ണമായും മനസ്സിലാക്കാൻ ഇന്ന് കുറ്റാന്വേഷണം നടത്തുന്ന ആളുകൾക്ക് പറ്റും. നമ്മെയാണ് നമ്മുടെ ഫോൺ പ്രതിനിധീകരിക്കുന്നത്. നമ്മുടെ തിന്മകൾക്ക് സാക്ഷിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഫോണിലും ഇന്റർനെറ്റിലുമുള്ള എല്ലാ കാര്യങ്ങളും. ഇനി ഏതെങ്കിലും അവസ്ഥയിൽ ഇത്തരം തിന്മയിൽ പെട്ടുപോയ ആളുകൾ ഉണ്ടെങ്കിൽ അത് ഒരു അഡിക്ഷൻ വരുന്ന തിന്മകൾ തന്നെയാണ്. ഞാൻ അടുത്ത കാലങ്ങളിൽ കേട്ട, എനിക്ക് തന്നെ വിശ്വസിക്കാൻ പ്രയാസം തോന്നിയ ഒരു കാര്യമാണ്. സ്ഥിരമായി രാത്രി ഒരു പ്രത്യേക സമയത്ത് നെറ്റിൽ ഇത്തരം അശ്ലീലങ്ങൾ കണ്ടിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം വളരെയധികം ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടും ആ തിന്മയിൽ നിന്ന് വിട്ടുമാറാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു നിസ്സഹായത, അദ്ദേഹം പറയുന്ന നിസ്സഹായത കേട്ടാൽ നമുക്ക് തന്നെ ഭയം വന്നു ചേരും. ആ ഒരു ടൈം ഉണ്ടാകുമ്പോൾ രാത്രി ആ സമയമായി കഴിഞ്ഞാൽ അയാൾ എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും അറിയാതെ കമ്പ്യൂട്ടറിന്റെ മുന്നിലെത്തും. ആ ചിത്രങ്ങൾ കാണാനും അത്തരം സൈറ്റുകളിലേക്ക് പോകാനും അയാളുടെ മനസ്സ് അയാളെ പ്രേരിപ്പിക്കും. സ്വാഭാവികമായും ജീവിതത്തിൽ അത് തുടങ്ങി വെച്ച് അവസാനിപ്പിക്കാൻ കഴിയാതെ എങ്ങാനും നാം ഈ ലോകം വിട്ടു പോകേണ്ടി വന്നാൽ ഇതിന് തൊട്ട് മുമ്പ് യൗമുൽ ഹിസാബിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ചൊക്കെ നമ്മൾ കേട്ട ക്ലാസുകൾ നമ്മുടെ മനസ്സിൽ ഓടി വരേണ്ടതുണ്ട്. തിന്മയുടെ നിരന്തരമായ തിന്മയുടെ കൂമ്പാരങ്ങളുമായിട്ടായിരിക്കും പോകേണ്ടി വരിക എന്ന കാര്യം നമ്മൾ തീർച്ചയായും ഭയപ്പെടണം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തിന്മകൾ നമ്മുടെ സെക്ഷലായിട്ടുള്ള കാര്യങ്ങളിലുള്ള എന്തെങ്കിലും കാഴ്ചകളോ സ്വാധീനങ്ങളോ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നിയന്ത്രിക്കാനുള്ള ഏറ്റവും ഒന്നാമത്തെ മാർഗം, ഖുർആൻ പറഞ്ഞ മാർഗമാണ്, പരീക്ഷിച്ചാൽ പരാജയപ്പെടൂല. ഒന്നാമത്തെ മാർഗം ഞാൻ കാണുകയില്ലെന്ന് തീരുമാനിക്കുക തന്നെയാണ്. നോക്കില്ലെന്ന് തീരുമാനിക്കും. നമ്മൾ കാണണ്ടെന്ന് വിചാരിച്ചാൽ കൺമുമ്പിൽ വന്നാലും നമ്മളത് കാണാതെ പോകും. അതുകൊണ്ട് നോക്കില്ലെന്ന് തീരുമാനിച്ചാൽ അതിന്റെ അടുത്ത കാര്യങ്ങൾ നമുക്ക് നിയന്ത്രണ വിധേയമാകും. കണ്ണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കണ്ണുകളെ താഴ്ത്താൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് നിയന്ത്രിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇവിടെ നിന്നും നമ്മുടെ കൈവശമുള്ള ഫോൺ പ്രോഫ്കോൺ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായ മാറ്റം നമ്മുടെ ഫോണിൽ വരുത്തിയില്ലെങ്കിൽ നമ്മുടെ മാറ്റത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ ആ ഫോണിന് കഴിയും. നാം തിരിച്ചറിയേണ്ടതുണ്ട്, നമ്മൾ മാറ്റത്തിന്റെ തീരുമാനങ്ങൾ ഈ കസേരയിലെടുത്ത് ഓരോ ക്ലാസ് കേൾക്കുമ്പോഴും മാറാൻ തീരുമാനിക്കുമ്പോൾ നമ്മുടെ ഫോൺ അതിന്റെ കൂടെ മാറിയിട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ചുപോയാൽ ആ ഫോൺ
നമ്മളെ ഈ തിന്മയുടെ ലോകത്തേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് ഇന്നത്തെ ഏറ്റവും ശക്തമായ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സമയം നാം ചിലവഴിക്കുന്ന, നമ്മുടെ ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ 2 ഘടകങ്ങളിൽ നമ്മുടെ വിശുദ്ധി നാം ഉറപ്പുവരുത്തണം. നാളെ അള്ളാഹുവിന്റെ പരലോകത്ത് നാം ഹാജരാക്കപ്പെടുമ്പോൾ യൗമ തുബ്ല സറായിർ, എല്ലാ തിന്മകളും പരിശോധിക്കപ്പെടുമെന്ന്, വഹുസ്സില മാ ഫിസ് സുദൂർ, ഹൃദയങ്ങളിലുള്ള, നമ്മുടെ നെഞ്ചകത്തുള്ള ഹൃദയത്തെ പുറത്തെടുത്ത് അതിന്റെ എല്ലാ സ്വകാര്യതകളെയും പരിശോധിക്കപ്പെടുമ്പോൾ തീർച്ചയായും അവിടെ നമുക്ക് വിജയം കൈവരിക്കണമെങ്കിൽ നമ്മുടെ സ്വകാര്യമായ ജീവിതത്തിലെ സൂക്ഷ്മത അനിവാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കേൾവികൾ നമ്മുടെ മനസ്സുകളെ ശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ കൈകൾ നമ്മുടെ ഫോണിനെയും നമ്മുടെ നെറ്റുകളെയും എല്ലാത്തിനെയും ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ശുദ്ധീകരിച്ചൊരു മനസ്സും ശുദ്ധീകരിച്ചൊരു സാഹചര്യവുമായി നല്ല മനസ്സിന്റെ സന്തോഷവും വെളിച്ചവും അനുഭവിക്കാൻ പറ്റുന്ന ഒരു സൗഭാഗ്യ ജീവിതം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മനസ്സിലെ പാപങ്ങളും മാലിന്യങ്ങളും കഴുകിക്കളയുവാനുള്ള വളരെ കർശനമായ ഇസ്ലാമിക നിർദ്ദേശങ്ങളാണ് ബഹുമാനായ ഹാരിസ് ബിൻ സലീം ഇവിടെ വിശദീകരിച്ചത്. നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണും നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഈ ഒരു നല്ല മാനസികാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ വേറെ ആരെയും കാത്തു നിൽക്കാതെ അതിന്റെ ഒരു ശുദ്ധീകരണം നിങ്ങൾ സ്വയം ഏറ്റെടുത്ത് നിർവഹിക്കണം എന്ന് അത്തരം കാര്യങ്ങളിൽ പെട്ടുപോയ ഏതെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരോട് ബോധ്യപ്പെടുത്തുകയാണ്. ഇസ്ലാമിക വേദികളിൽ സാധാരണ കേൾക്കുന്ന പദമാണ് തഖ്ലീദ്. ഇത് എന്താണ് എന്ന് ലളിതമായി വിശദീകരിക്കാമോ? ബഹുമാനായ അബ്ദുൽ മാലിക് സലഫി.